ചെറിയ രീതിക്ക് ചെയ്യാവുന്ന ഒരു പടമാണ്. ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇതിലെ സ്റ്റോറിയാണ്. കഥ ശക്തമായ ഒരു സംഭവമാണ്. അതായത് നമുക്ക് ചുറ്റും നടക്കുന്ന ഇൻസിഡൻസിനെയൊക്കെ ബേസ് ചെയ്താണ്. ഇതുപോലത്തെ സംഭവങ്ങൾ ഇപ്പോൾ വർഷങ്ങളായിട്ട് നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. പണ്ടാണെങ്കിൽ ഇത് വേറൊരു ഫോർമാറ്റിൽ, ഇപ്പോൾ വേറൊരു ഫോർമാറ്റ്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. നമുക്ക് ചുറ്റും ഒരുപാട് ഇതുപോലത്തെ ഇൻസിഡൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ശക്തമായ ഒരു തീമാണ്. പെർഫോമൻസ് ഏറ്റവും നന്നായിരിക്കുന്നത് ദിവ്യ പിള്ള തന്നെയാണ്. എല്ലാവരും കൊള്ളാം. പിന്നെ ധ്യാന് നായകനായിട്ട് വരുന്ന പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ പുള്ളിക്ക് ഇതൊന്നൊരു ലിഫ്റ്റ് കിട്ടിയെന്ന് പറയാം. പുള്ളിയുടെ ഗ്രാഫ് എവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉയർത്തി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇച്ചിരി ബെറ്റർ ആണ് ഈ പടം. സാമാന്യം കുഴപ്പമില്ലാത്തൊരു പടമാണ്. പിന്നെ ഞാൻ ഈ വർഷം കാണുന്ന ആദ്യത്തെ പടമാണ്. ആ ഒരു നിലയ്ക്ക് എനിക്ക് ഒരു മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഒരു സാമാന്യം കുഴപ്പമില്ലാത്തൊരു പടം കാണാൻ കഴിഞ്ഞു എന്നൊരു സന്തോഷമുണ്ട്. നല്ല സിനിമ, കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. ഷാരോണിൻ്റെ ഒക്കെ അഭിനയം ഭയങ്കര നന്നായിട്ടുണ്ട്. ഒരു ചെറിയ കഥാതന്തുവിനെ വളരെ നല്ല രീതിയിൽ മനോഹരമായിട്ട് അതിലേക്ക് അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ചില ശിക്ഷകൾ നമുക്കിപ്പോൾ നിയമപരമായിട്ട് മാത്രമല്ല, അല്ലാതെ നമുക്ക് ചെറിയ തോതിൽ ഓരോരുത്തർക്ക് ഒരു വേറെ രീതിയിലും അവരെ നേർവഴിക്ക് നമുക്ക് കൊണ്ടുവരാമെന്ന്, നിയമത്തിൻ്റെ വഴി മാത്രം സ്വീകരിക്കാതെ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണെന്നുള്ളൊരു ഇതാണ്. നല്ല ഫിലിമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ നടന്നു വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം നമ്മൾ പലരും പേടിച്ച് പ്രതികരിക്കാതിരിക്കും. പ്രതികരിച്ചാൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അവസാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഇത് പറഞ്ഞാൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഷാജോണും ധ്യാൻ ശ്രീനിവാസനും എല്ലാവരും നന്നായി, ദിവ്യ പിള്ള എല്ലാവരും നന്നായിട്ടുണ്ട്. ധ്യാനിൻ്റെ പടം കുറച്ചും കൂടെ തമാശയൊക്കെ ഉള്ളതാണ് കണ്ടിട്ടുള്ളത്. ഇതിൽ കുറച്ച് സീരിയസ് ആയിട്ടാണ് ധ്യാൻ. നന്നായിട്ടുണ്ട്. സിനിമ ഐ ഡി ദ ഫേക്ക് ഇസ് ഗുഡ് മൂവി. നല്ല സിനിമയാണ്. ഒരു ഫാമിലി സബ്ജക്റ്റ്, ഇപ്പോൾ സമകാലിക വിഷയങ്ങളുള്ള, അതായത് ഒരു ഈ എന്താ പറയുക, ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലൂടെ ഓരോ സ്ത്രീകളെ മറ്റ് അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഓരോരുത്തർ നടത്തുന്ന ശ്രമങ്ങളും, അതിൽ ഇരയാവുന്ന ഒരു സ്ത്രീയുടെ ഭർത്താവ് അതിന് അഗേൻസ്റ്റായിട്ട് ചെയ്യുന്ന ആളെ എന്താ പറയുക, പണിഷ് ചെയ്യുന്നതാണല്ലോ, അതിനുള്ള പണിഷ്മെൻറ്റ് കൊടുക്കുന്നത്. നല്ലൊരു മെസ്സേജ് തരുന്ന സിനിമയാണ്. എല്ലാവരുടെ അഭിനയമൊക്കെ വളരെ നന്നായിട്ടുണ്ട്. കണ്ടിരിക്കുക ഫാമിലി മൂവിയാണ്. ഇറ്റ്സ് എ ഗുഡ് മൂവി. ധ്യാൻ ശ്രീനിവാസൻ, ഷാജോൺ ആൻഡ് ദിവ്യ പിള്ള മൂന്നുപേരും വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കോമഡി ഒന്നുമില്ല. ധ്യാൻ ഇസ് എ സീരിയസ് റോൾ. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വളരെ നന്നായിട്ട്, വളരെ മിതമായ അഭിനയത്തിലൂടെ വളരെ പിടിച്ചിരുന്ന സിനിമയാണ്. അപ്പോൾ ഇത് ബോറടിക്കില്ല. ത്രൂ ഔട്ട് ദ മൂവി ഒരു ത്രില്ലിംഗ് ആണ്. ഗുഡ് മൂവി.